ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഏബ്രഹാം ഓസ്ലർ. മെഡിക്കൽ ത്രില്ലർ ജോണറിലാണ് ചിത്രം എത്തുന്നത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ അനശ്വര രാജനും മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം നേരിന് ശേഷം അനശ്വരയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു ഗംഭീര പ്രകടനം തന്നെയാണ് ഏബ്രഹാം ഓസ്ലറിലേത്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം. റിലീസിന് മുൻപ് സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് അനശ്വര പറയുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് വന്നത്. എനിക്ക് സിനിമയുടെ മൊത്തത്തിലുള്ള കഥ അറിയാമായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റും ഇൻ ആയ ശേഷവും അറിയാമായിരുന്നു. എല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. റിലീസിന് മുമ്പേ ഇരിക്കുമ്പോൾ പോലും എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഫ്ലാഷ് ബാക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എന്ന് പറയും. തീർന്നു. ക്യാരക്ടറിൻ്റെ പേര് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് നമ്മൾ റിവീൽ ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത്. നമ്മളുടെ ക്യാരക്ടറിനെ പറ്റിയും സിനിമയെപ്പറ്റിയും എക്സ്പീരിയൻസും എല്ലാം സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് അനശ്വര ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചത്. അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അനശ്വര രാജൻ, ദർശന നായർ, സെന്തിൽ കൃഷ്ണ, അർജുൻ നന്ദകുമാർ, അസീം ജമാൽ, ആര്യ സലീം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ.